ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ എക്സെപ്ഷണൽ ചിൽഡ്രൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് 2 ടൈപ്പ് കൂടി കാണാം. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻസ്, സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻ. 2 സെക്ഷനും നമ്മൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അപ്പോൾ 2 സെക്ഷനിൽ പെട്ട കുട്ടികളെയും നമ്മൾ മനസ്സിലാക്കുകയും അവരെ അതനുസരിച്ചിട്ട് കൈത്താങ്ങ് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ നിൽക്കുകയും ഒരു ടീച്ചറുടെ കടമയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായി കേൾക്കാം. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ. എ ഹാൻഡിക്യാപ്ഡ് ചൈൽഡ് ഈസ് വൺ ഹാവിങ് എ ഫിസിക്കൽ ഡിഫെക്റ്റ് which reduces his efficiency in performing his or her personal and social obligation according to a socially determined standard. According to WHO, an individual who is affected with physical impairment that in any way limits or inhibits his or her participation in normal activities may be referred to as physically handicapped. അതായത് സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന പല പ്രവർത്തനങ്ങൾ മറ്റുള്ള നോർമലി ആൾക്കാർ ചെയ്യുന്ന അത്രത്തോളം പെർഫെക്ഷനോടുകൂടി ചിലപ്പോൾ ചെയ്യാൻ സാധിക്കാത്തവരോ അതെന്തുകൊണ്ടായിരിക്കാം, അവരുടെ ഫിസിക്കൽ ഇന്നേബിലിറ്റി കൊണ്ടായിരിക്കാം സാധിക്കാത്തത്. അങ്ങനെയുള്ളവരെ നമ്മൾ എന്തായി കണക്കാക്കുന്നു? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് കണക്കാക്കുന്നു. അതിൽ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് തന്നെ അത് കുറഞ്ഞ അളവിലുള്ളവരുണ്ടാവാം, കൂടിയ അളവിലുള്ളവരുണ്ടാവാം. അവരെ കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചിട്ടുണ്ട്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ 4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ക്രിപ്പിൾഡ് വികലാംഗർ, ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് അസ്ഥിവൈകല്യമുള്ളവർ, ഒപ്താൽമിക്കലി ഹാൻഡിക്യാപ്ഡ് കാഴ്ച വൈകല്യമുള്ളവർ അല്ലെങ്കിൽ ദൃഷ്ടിവൈകല്യമുള്ളവർ, ഡഫ് ആൻഡ് ഡം ചെകിടരും മൂകരുമായിട്ടുള്ളവർ. അതായത് അവരുടെ ഏത് വൈകല്യമാണോ, അവരുടെ ശാരീരികമായിട്ട് ഏത് വൈകല്യമാണോ ഉള്ളത് അതനുസരിച്ച് അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ഓരോ സെക്ഷനെയും നമ്മൾ സ്പെഷ്യലായിട്ട് ഓരോ സെക്ഷൻ അവർക്ക് എന്താണോ ആവശ്യം അങ്ങനെ ആവശ്യമായിട്ടുള്ള കെയറാണ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതനുസരിച്ചുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെയാണ് നമുക്ക് കാണാം. പ്രോബ്ലംസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. The handicapped is unable to participate in desirable normal activities. അതായത് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള നോർമൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ചിലപ്പോൾ അവർ അൺഎബിൾ ആയിരിക്കാം ഉള്ളത്. ഹിസ് ഓർ ഹെർ ഇൻകേപ്പബിലിറ്റി ഡെവലപ്സ് ദെയർ ഇമോഷണൽ പ്രോബ്ലംസ് ലൈക്ക് സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി, റിസെൻമെൻറ്റ് ആൻഡ് ഡിസ്കറേജ്മെൻറ്റ്. അതായത് ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അതേ പെർഫെക്ഷനോട് കൂടി അതേ അളവിൽ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു അപകർഷതാബോധമൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. എനിക്ക് പറ്റിയില്ലല്ലോ, എനിക്ക് അത്രത്തോളം ചെയ്യാൻ പറ്റിയില്ലല്ലോ, എൻ്റെ വൈകല്യം കൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെ സാധിക്കാതായത് എന്നൊക്കെയുള്ളൊരു വിഷമം അവർക്കുണ്ടാവാം. ദയർ ഡിഫെക്റ്റ് ആൻഡ് അൺഡ്യൂ exaggeration of feeling may result in development of an attitude of self-pity. അതായത് സ്വന്തമായിട്ട് എനിക്കിത് ചെയ്യാൻ സാധിച്ചില്ല, ഇനി എന്നെ എന്തിനു കൊള്ളാം എന്നൊക്കെയുള്ളൊരു സെൽഫ് പിറ്റി ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരിൽ ഉളവെടുക്കാനുള്ള സാധ്യതയുണ്ട്. എഡ്യൂക്കേഷൻ ഓഫ് ദ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. Physically handicapped persons are just normal except for their particular physical defect. Such individuals should be provided with all those educational activities which are meant for normal children. They should be provided proper vocational training. It will help to improve their self-respect and self-reliance. Proper vocational guidance leading to appropriate placement should be given. അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, അവർക്ക് ശാരീരിക വൈകല്യം ഉണ്ടെങ്കിലും അവർ മറ്റുള്ളവരെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളവരെ അല്ലാത്തവർ ചെയ്യുന്ന അത്രത്തോളം കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവർ കേപ്പബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം നോർമൽ എഡ്യൂക്കേഷന് അവരെ എല്ലാ രീതിയിലും കേപ്പബിൾ ആക്കാനായിട്ട് സാധിക്കും. അവർക്ക് ഫിസിക്കലി അൺഎബിൾ ആണെങ്കിൽ കൂടി. ഇനി അതുപോലെ തന്നെ ഡഫ് ആൻഡ് ഡം, അതുപോലെ കാഴ്ച പരിമിതിയുള്ളവർ, അങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്കൂൾസ് ഉണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ആ സ്പെഷ്യൽ സ്കൂൾ ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാം. മാത്രമല്ല എഡ്യൂക്കേഷൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ സോഷ്യലി മെൻ്റലി കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതികൾ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ നേടുന്നതിന് പ്രാപ്തമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകാനും ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ നമ്മൾ അവരെ സ്പെഷ്യലായിട്ട് കെയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നോർമലി നമ്മളുടെ സൊസൈറ്റിയിൽ അവർക്കൊരു ആക്സെപ്റ്റൻസി കൊടുക്കുമ്പോൾ അവർ സോഷ്യലി ഏബിളായിട്ട് അവർക്ക് സെൽഫ് പിറ്റി ഒന്നും തോന്നാതെ ഞങ്ങൾക്കും കഴിയും എന്നുള്ളൊരു വെൽബീയിങ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് മാറാനായിട്ട് സാധിക്കും.
സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദ ടേം ഡിസഡ്വാൻറ്റേജ്ഡ് ആൻഡ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു ദോസ് ചിൽഡ്രൻ ഹു ആർ ഇക്കണോമിക്കലി എഡ്യൂക്കേഷണലി ആൻഡ് സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ്. അതായത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പിന്നിലേക്ക് നിൽക്കുക, താഴ്ന്ന ജാതിയിലുള്ളവരായിരിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്കൊരു ഇൻഫീരിയോറിറ്റി ഒക്കെ തോന്നാം. ചിലപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു എന്താ പറയുക, ഒരു നാണക്കേടോ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ അവർക്ക് ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ടും പണ്ട് കാലത്തായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യവും നന്നായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ഇന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിലും പ്രധാനമായിട്ട് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് പോവർട്ടി, ഇൽ ഹെൽത്ത്, പുവർ ന്യൂട്രീഷൻ, പുവർ ഹൗസിംഗ്, ലാക്ക് ഓഫ് പ്രോപ്പർ എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിസഡ്വാൻറ്റേജ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഓർക്കേണ്ടത്. ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി കൂടുതലായി നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഫാമിലി. ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹോം എൻവയോൺമെൻറ്റ്. ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പുവർ ഇൻകം, ടെൻഷൻ, സ്ട്രെയിൻ, അതൊക്കെ ഉൾപ്പെടും. നെക്സ്റ്റ് സോഷ്യൽ ഫാക്ടേഴ്സ്. ഇതെല്ലാം ചേർന്നതാണ് ഈ സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ആവാൻ അല്ലെങ്കിൽ കൾച്ചറലി ഡിസഡ്വാൻറ്റേജ്ഡ് ആവാനുള്ള കുറച്ച് കാരണങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മുടെ കൂടെ പഠിക്കുന്നവരിൽ ഒരു പക്ഷേ നമ്മൾ തന്നെ ഇത്തരത്തിലുള്ള സെക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആയിരിക്കാം. ഹൂ ആർ ഡിസഡ്വാൻറ്റേജ്ഡ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആരൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്ഡ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, വുമൺ ഓർ ഗേൾസ്, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, മൈനോറിറ്റീസ്. ഇവരൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്ഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ കാണുക. ഇതിൽ ഇപ്പോഴും ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് അവർ എത്രത്തോളം നമ്മുടെ പ്ലാനിങ് കമ്മീഷൻസൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി എത്രത്തോളം ഇവരിലേക്ക് അത് എത്തിയിട്ടുണ്ട്, എത്രത്തോളം പേര് ഇപ്പോഴും ബാക്ക്വേർഡായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിലൊരു കാര്യം പറയുന്നതാണ് ദ ലാക്ക് ഓഫ് അക്കാഡമിക് റെഡിനെസ് ആൻഡ് സൂൺ ചിൽഡ്രൻ ബിക്കം ഡ്രോപ്പ് ഔട്ട്. അതായത് പലപ്പോഴും ചില കുട്ടികളെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ വിളിച്ചു കൊണ്ടുവന്നു, എല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ പോലും പലർക്കും ആ ഒരു അക്കാഡമിക്കലായിട്ടുള്ളൊരു റെഡിനെസ്സില്ല, പഠിക്കാനായിട്ടുള്ള ഒരു തയ്യാറായി ഇല്ല. അത് തന്നെയല്ല എത്രയും പെട്ടെന്ന് അവരുടെ ദാരിദ്ര്യം കൊണ്ട് പെട്ടെന്ന് ജോലിയിലേക്കൊക്കെ പോവാം, എന്തെങ്കിലും തൊഴിൽ ചെയ്ത് പണം സമ്പാദിക്കാം, പട്ടിണി മാറ്റാം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ള ഒരു ഫോളോ അപ്പ് അവർക്ക് കിട്ടാതെ പോവുകയും ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇന്നത്തെ സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും എഡ്യൂക്കേഷണൽ പോളിസീസും എല്ലാം അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾക്കത് ഇപ്പോഴും പഠന വിഷയമാക്കേണ്ടത് കാര്യമാണ്. Compensatory education. The new education policy provides for compensatory education to culturally deprived children. The appointment of teachers for special coaching of the culturally deprived children. The provisions made for equalization of educational opportunities. അതായത് ഇത്തരത്തിൽ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ PTA പ്രവർത്തനം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് അതിനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പാളിച്ചകളെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും നമുക്ക് ആർട്ടിക്കിളുകളും പല ജേണൽസൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഇടയ്ക്കുള്ള ചില ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാകും. ഏകാധ്യാപക വിദ്യാലയങ്ങൾ, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള വനപ്രദേശങ്ങളിൽ ടീച്ചേഴ്സ് ഇൻ്റർനെറ്റ് സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരവരുടെ ഫോൺ കൊണ്ടുപോയി നേരിട്ട് പോയി ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടിയാണ് നമ്മൾ എന്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്, ഇതുപോലെയുള്ള കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മളുടെ പൊതുവായിട്ടുള്ള അറിവുകളിൽ നിന്നൊക്കെ എടുത്തെഴുതി നിങ്ങളുടെ അറിവിനെ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇത്രയും പറഞ്ഞതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.